What's up, I'm Salih here. Welcome back to my channel. Welcome back to my channel. Unboxing day. Hey, വൈബിലാണ് guys. പാട്ടൊക്കെ പാടിയാണ് തുടങ്ങുന്നത്. സോ ഇന്നലെ നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്ത ക്ലിപ്പൊക്കെ കണ്ടു. കുഞ്ഞുമാൾ ഇവളത് വിജയിച്ചില്ലേ, പക്ഷെ വലിയൊരു സംഭവം ഒന്നല്ലെങ്കിലും ഒരു ഇന്നലെ 2-3 കൺഗ്രാറ്റ്സ് കൊടുത്ത്. കാരണം ഡ്യൂട്ടി എഡിറ്റ് ചെയ്യാനും ഡ്യൂട്ടി കമന്റ് സെക്ഷനിൽ ഞാൻ കാണാൻ ഡ്യൂട്ടി പ്രൊഫഷണൽ എഡിറ്ററൊക്കെ ഇന്നത്തെ വീഡിയോ ഡ്യൂട്ടിയാണ് ഞാൻ സെറ്റ് ചെയ്തത്. ഓ മൈ ഗോഡ്, ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് ഒരുപാട് പണികൾ ഉണ്ടാവും. സോ അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി സംഭവം ഞാൻ പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ ഒരു എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പല എന്തൊക്കെ ഒരു കെമിസ്ട്രി ലാബ് പോലെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കോഴിമുട്ട കണ്ടല്ലോ. എന്താണ് കുഞ്ഞുമോൾ, ഒരു പ്രോ എഡിറ്റർ ആയ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? അത് വേണ്ട. ഇവിടെ എന്താണ് നടക്കുന്നത് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഡിസ്ക്രൈബ് ചെയ്യൂ സാലിയ. കമോൺ അവരാണ്, പറയൂ. ഓക്കെ പറയൂ, ഞാൻ എന്താണ് ഞാൻ എന്റെ ക്യാമറ ആക്കാം. റെക്കോർഡ് ഇനി പറഞ്ഞിട്ട് ഞാൻ കൊള്ളാക്കൂല. സ്പെഷ്യൽ കളർഫുൾ എഗ് ജെല്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജെല്ലോ പറഞ്ഞ മറ്റേ ജെല്ലി ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് ജെല്ലിന്റെ ഒരു എഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജെല്ലി എഗ് ഇങ്ങനെ കളിക്കുന്ന ആർട്ടിഫിഷ്യൽ എഗ്. യു മീൻ ചൈനീസ് എഗ്? ചൈനീസ് എഗ് അല്ല, കളർഫുൾ എഗ്. ഇത് ഡ്യൂഡീസ് എഗ് ആണ്. ഡ്യൂഡീസ് എഗ്. നൈസ്. അപ്പൊ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഡ്യൂട്ടി പറഞ്ഞു. ഇതൊരു ജലാറ്റി എന്താ പറയും, എന്താണ് ഇതൊരു കളർഫുൾ എഗ് ജെല്ലോ ആണ്. അതായത് ഇങ്ങനെ ഇളക്കി കളിക്കുന്ന ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് എഗ്ഗിലെ ജെല്ലി ഗൈസ്. ആ സാധനം ഇതെല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റിയൊരു സംഭവമാണ്. ഇതൊരു ടൈപ്പ് ഓഫ് ജെല്ലി മിഠായി പോലെ ജെല്ലി മിഠായി ഗൈസ്. മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടി ജെലാറ്റിൻ ആണ്. കാരണം ജെല്ലി ആവണമെങ്കിൽ നമുക്ക് ജെലാറ്റിൻ ഇതേമാതിരി ജെല്ലില് ഇങ്ങനെ ഇളക്കി കളിക്കില്ലേ. മറ്റേ ഒരു പാക്ക് മിഠായി ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ മനസ്സിലായി. നമുക്ക് വേണ്ടത് എഗ്. കാരണം നമ്മൾ എഗ്ഗിന്റെ ഉണ്ടാക്കുന്നോണ്ടാണ് നമ്മൾ എഗ് ഉപയോഗിക്കുന്നത്. അതെ, എഗ്ഗിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഷേപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ എഗ് ഉപയോഗിക്കുന്നത് അല്ലേ? അതെ. അത് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ വേണ്ടത് കളർഫുൾ ആണ്. കുറച്ച് കളേഴ്സ് ആണ് വേണ്ടത്. അതിലൊക്കെ ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഷെയ്ഡ് ചെയ്യണം. അതായത് എഗ്ഗിന്റെ ഷേപ്പിന് വേണ്ടി എഗ് അതിലെ കളർ ഇടാൻ വേണ്ടിയുള്ള സംഭവം എനിക്കെല്ലാം മനസ്സിലാവുണ്ട് കുഞ്ഞുങ്ങൾ. കാര്യമാണ്, പറയൂ. അടുത്ത പറയൂ. പിന്നെ പഞ്ചസാര അത് മാത്രം മതി. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഇളക്കാനൊക്കെ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ എഗ്ഗിന്റെ ഉള്ളിൽ എല്ലാ സംഭവം നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ഈലാണ് പിന്നെ നമ്മൾ ജെല്ലി നിറയ്ക്കാൻ പോകുന്നത്. നമുക്ക് ആ ഷേപ്പ് കിട്ടണമെങ്കിൽ ഇത് മൊത്തം ഒഴിവാക്കണം. നമ്മൾ നോക്കണം മേലെ ചെറിയൊരു ഹോള് മാത്രം പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് വേറെ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ആദ്യം ഇതാക്കാം. ഡ്യൂട്ടി വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് അത് കർത്തവ്യം നിർവഹിക്കുന്നത്. ഓ മൈ ഗോഡ് പൊട്ടിക്കോ. അതന്നെ. ഇനി ഒരിക്കടി വളരെ സൂക്ഷ്മതയോടെ കൂടിയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ പൊട്ടിത്തെറിക്കുമില്ല കുഞ്ഞുമാൾ. ഇത്ര മതി. പൊട്ട് ഫുള്ളായിട്ട്. ഓ മൈ ഗോഡ്. ഇങ്ങനെ ആക്കുന്നതിന്റെ ഉള്ളിൽ പാടൊക്കെ ഉണ്ടാവില്ല. ഓക്കെ ആക്കണം. എല്ലാം ഒഴിച്ച് വൃത്തിയാക്കി. ഇതൊന്നും ഇതിലത്തെ അല്ല കേട്ടോ. ഡ്യൂട്ടി ഇതിന് മുമ്പ് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൊഴിമുട്ടയാണ് ഇത്. പുളിസടിക്ക് കുഴിക്കാനുള്ളതാണ്. മുട്ടമറച്ചൊക്കെ ഉണ്ടാക്കണം. സോ ഇതൊക്കെ കൊഴിമുട്ടൊക്കെ ഒഴിവാക്കി സെറ്റായി. നമ്മൾ ഇതിന്റെ ഉള്ളിൽ ജെല്ലി നിറയ്ക്കുന്ന മുമ്പല്ലേ ഇത് ആദ്യം ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം, ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം അതിന്റെ ഉള്ളിലത്തെ ആ പച്ചൊക്കെ പോകണം. നമുക്ക് കഴിക്കാനല്ലേ കൊഴുപ്പും അതിന്റെ ഉള്ളിലത്തെ പച്ചയും ആ പാടൊക്കെ പോവാൻ വേണ്ടിട്ട് നമുക്ക് ചൂടുവെള്ളം. ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അതിലിട്ടോ നല്ലിട്ടല്ലേ പൊട്ടിപ്പോലെ. ഇത് വല്ലതും നടക്കുവോ? എനിക്ക് ഏത് കളറാ വേണ്ടേ പറ. എനിക്ക് ചുവപ്പ് മഞ്ഞ പച്ച എല്ലാം വേണം. ചുവപ്പും പച്ചയും നമുക്ക് കുറച്ച് ജെലാറ്റിൻ ഇടാം. നമ്മൾ അതിലേക്ക് ഒഴിക്കാനുള്ള സെറ്റ് ആക്കാണ് ജെലാറ്റിന്. ഇനി കുറച്ച് പഞ്ചസാര. എല്ലാം നമ്മുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഗൈസ്. ഡ്യൂട്ടി ഒരു പ്രൊഫഷണൽ എഡിറ്റർ മാത്രമല്ല, ഒരു പ്രൊഫഷണൽ കുക്കറും കൂടിയാണ്. നല്ല ചൂടുവെള്ളം അത് അലിയിക്കാൻ വേണ്ടിട്ട് നമുക്ക് അലിയിക്കണം ഗൈസ്. ഒരു പ്രൊഫഷണൽ കുക്കർ വെള്ളം മതി. കുറച്ച് നല്ല തോന്നിക്കുന്നുണ്ടല്ലോ. വേഗം ഇതാക്കിക്കോ, അല്ലെങ്കിൽ അത് കട്ടായി പോകും. പുതുസേ പ്രൊഫഷണൽ കുക്കറാന്ന് പറഞ്ഞിട്ട് കാര്യം ചില ഒരു മന്ദബുദ്ധിയാണ് ഗൈസ്. ഒന്നും അറിയില്ല കൊച്ചു കുട്ടിക്ക്.
അപ്പൊ അത് റെഡി ആയി. ഇനി നമുക്ക് റോസ് കളർ ഒന്ന് വെക്കാം. ഇക്കൊക്കെ പച്ചാണ് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ റോസ് ഉപയോഗിക്കുന്നത്. ഓ മൈ ഗോഡ് കുറച്ചുകൂടി വേണം. നല്ലൊരു സുഖമല്ല. ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് നോക്കി ഈ കോഴിമുട്ടിൽ ഒരു മൂടിന്റെ മേലെ ആക്കി വെച്ചിന് പൊട്ടിക്കല്ലിക്ക കറക്റ്റ് അവിടെ നിന്നോളൂ. മനസ്സിലായി, ഉരുണ്ട് പോലെ. ഇനി നമ്മള് ഇത് ചെയ്ത് വെച്ചത് ഇതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒഴിക്കുന്നത്. കാരണം പുറത്തേക്കൊന്നും അവർ കറക്റ്റാ കിട്ടണം. കാരണം പുറത്തേക്കായാലും ഇവിടെ ഞാൻ ഒട്ടിപ്പിടിച്ച പൊളിക്കുമ്പോ അതൊരു പ്രശ്നമാവും, അതും ഒരു ജെല്ലി ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് സൂക്ഷ്മമായി സൂക്ഷിച്ച് ചെയ്യുക. അങ്ങനെ വ്യക്തമായി പറയുമ്പോൾ എനിക്ക് മനസ്സിലായോ? റെഡി 1 2 3 ഗോ, കം ഓൺ. ഇല്ല, നിറച്ചോ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോണേ. നിറച്ചോ, ഇതിക്കല്ലേ ചിന്തലുകളെ ഫുള്ളായി നിറഞ്ഞു. അതൊന്നില്ല ചെല്ലാച്ച കൈമലായിട്ട് ഒട്ടി പിടിക്കുന്നു. സൂപ്പർ ഗ്ലൂ കൊണ്ടാ കളിക്കണേ. ഓക്കെ, 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. ഇത് നല്ലോണം ഒന്ന് സെറ്റ് ആവണം. അപ്പൊ നമ്മൾ ഈ മൂടി വെച്ചിട്ടാണ് ആക്കുന്നത്. നേരെ നിൽക്കൂലല്ലോ. നേരെ നമ്മൾ ഇനി തോനെ ചെയ്യുന്നുണ്ട്, ഓരോരോ കളർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഇത് വെക്കാം. വെച്ചിട്ട് 1 മണിക്കൂർ എത്ര മണിക്കൂർ വെക്കണം? 1 മണിക്കൂർ കഴിഞ്ഞിട്ടാരെ ഇത് റെഡി ആണോ അല്ലേന്ന്. അല്ലെങ്കിൽ ഞാൻ എന്നെ പഞ്ഞിക്കിടും. ഉറപ്പാണോ? ഓക്കെ, നമ്മളെ ഡിവൈഡി മൊത്തം സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. 4-5 കോഴിമുട്ടകൾ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് വന്നോ. റെഡി 1 2 3 കമൺ. മല്ല വീട് പൊട്ടിക്കരുത്, കാരണം നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. പച്ച പൊളിക്കാം. ഓക്കെ, വേണ്ട പൊളിച്ചോക്ക് മെല്ലെ പൊളിക്കണോ? അല്ലാ സെറ്റ് ആയിനടി. നോക്ക് എന്താണ് അവസ്ഥ. സെറ്റ് ആയിനോ? ആയിനല്ലേ? കുറച്ചുകൂടെ മനസ്സിലാവുന്നില്ല. എങ്ങനെ പൊട്ടിക്കുക? അങ്ങനെ പൊളിക്കാം. നമ്മള് ശരിക്കും കോഴിമുട്ട എങ്ങനെ ആക്കല അതേപോലെ പീസ് ശ്രദ്ധിച്ചാക്കണം. അതേ പൊട്ടി പോലടി. അതിന്റെ കൂടെ ഇങ്ങോട്ട് പോരാ ജെല്ലില്ലേ. പൊളി, നല്ല രസമുണ്ടല്ലോ കാണാന്. സംഭവം സോഫ്റ്റ് ആണോ അതോ എങ്ങനെയാണ്? സോഫ്റ്റ് കണ്ടോ? ജെല്ലി കഴിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഒന്നുമില്ല, മധുരം ഉണ്ടാവും. പക്ഷെ നമുക്ക് വേറെ എന്ത് ഫ്ലേവർ ഒക്കെ വേണം ആഡ് ചെയ്യാലോ. വേഗാക്കടി. ഇത് ഭയങ്കര ഇതാണ്. ഒന്നിങ്ങനെ നന്നായി തന്നെ. അല്ല ജെല്ലി അല്ലേ? അതന്നെ പറഞ്ഞു ഇങ്ങോട്ട് പോരൂലേ. ഓ കുഞ്ഞാ പൊളി. അടിപൊളി. ഇത് വൈബ്രേറ്റ് ഒക്കെ ചെയ്യണ്ടല്ലോ. നല്ല കിടക്കൻ സാധനം കണ്ടില്ല. ഇങ്ങനെ ഇളക്കി കളിക്കുന്നൊക്കെ ഉണ്ട്. പൊളി. അതെ ഫുള്ളായിട്ട് പൊളിക്കുക. അടിപൊളി. അടുത്തൊക്കെ ഫുള്ളായിട്ട് പൊളിക്കും. ഇത് ജസ്റ്റ് കാണിച്ചാൽ ഇങ്ങനെ വെക്കുമ്പോ ഒരു പ്രത്യേക രസമല്ലേ കാണാന്. കുറച്ച് കുറച്ചൊരു കളർ കുറയ്ക്കായിരുന്നു തോന്നുന്നു ഞാളെ. കോഴിമുട്ടിന്റെ മുകൾ ഭാഗം എനിക്ക് തോന്നുന്നു ഓട്ട ആക്കിയത് കൂടി പോയി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഷേപ്പ് വരാത്തത്. എന്റെ മോൻ എമ്മതാക്കണ പച്ച പൊളിച്ചിട്ടുണ്ട്. അടിപൊളി കുഞ്ഞോളെ. സോറി, ചുവപ്പ്. പച്ച കാണുമ്പോ ചുവപ്പ് കാണുമ്പോ പച്ച. നല്ല രസം കുഞ്ഞുമോളെ. ഒരു പ്രത്യേക ഭംഗിയിൽ കാണാന്. ഇത് ഞാൻ ഡ്യൂട്ടി ഉണ്ടാക്കിയാ എനിക്ക് വിശ്വസിക്കാൻ ഇല്ല. ഡ്യൂട്ടി ഇതാക്കണം മഞ്ഞ പൊട്ടിച്ച്. പക്ഷെ അത് കുറച്ചുകൂടി വലുതായി പോയില്ല. മറ്റേ പെർഫെക്റ്റ് ആയിരിക്കും. ഒരുമാതിരി കറുത്തതായി പോയി. ബ്ലൂ കളർ ആയിരുന്നു, പക്ഷെ നല്ല കറുപ്പ് കളർ. പക്ഷെ ബാക്കിയൊക്കെ നല്ല രസമുണ്ട് അല്ലേ? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സാധനം. ഡ്യൂട്ടി ഇതാക്കണ ഫുൾ ആയിട്ട് പൊളിക്കുന്നുണ്ട്. ഒന്ന് തട്ടി വെക്കും ഞാൻ എന്റെ ഒരു എഫക്ട് കാണാൻ. എന്നിട്ട് നല്ല രസമുണ്ടല്ലേ? ഭയങ്കര ഒന്ന് കഴിച്ചോക്ക്. ടേസ്റ്റ് ആയണ്ടോ അറി. മധുരക്കട്ടല്ലേ? ഫുള്ളായിട്ട് വയലണ്ട. എനിക്കും വേണേ. ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാ മതി. അടിപൊളില്ലേ? എന്റെ മോളെ, അവൾക്ക് വാക്കുകളില്ലേ പറയാൻ. അതൊന്ന് കഴിച്ചോക്കി. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. കഴിച്ചോക്കി. എല്ലാത്തിനും ഓരോ ടേസ്റ്റ് ആണോ അതോ വേറെ വേറെ ടേസ്റ്റ് ആണോ? പഞ്ചസാരന്റെ ഇത് മാത്രല്ല, പക്ഷെ വേറെ എന്തോ ഒരു രുചി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ സക്സസ് ആയില്ലേ സംഭവം? ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പണിയില്ല, സിമ്പിൾ ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കോയിൻ സ്വിച്ച് ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.